ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇന്ന് നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങൾ പലരിലുമുണ്ട്. അത് ദൂരീകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പല തരത്തിലുള്ള ഒരാളുടെ ലൈസൻസ് എടുക്കുന്ന ഒരാളുടെ വയസ്സിന് ആനുപാതികമായിട്ട് ഈ ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി എന്നുള്ള പേരിൽ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ പലർക്കുമുള്ള ഒരു സംശയം, ഇപ്പോൾ ഒരാളുടെ നിലവിലുള്ള NTV ലൈസൻസിന്റെ വാലിഡിറ്റി, അതായത് മോട്ടോർ സൈക്കിൾ, കാർ ഇവ ഓടിക്കുന്ന പ്രൈവറ്റ് കാർ ഇവ ഓടിക്കുന്നതിനുള്ള ലൈസൻസിനെയാണ് NTV ലൈസൻസ് എന്ന് പറയുന്നത്, നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കാറ്റഗറിയിലുള്ള ലൈസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ വാലിഡിറ്റി തീരുകയും ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസിന്റെ ബലത്തിൽ അയാൾ കരസ്ഥമാക്കിയിട്ടുള്ള ഹെവി ലൈസൻസ് അല്ലെങ്കിൽ ട്രാൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ലൈസൻസ് അതിൻ്റെ വാലിഡിറ്റി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഈ മോട്ടോർ സൈക്കിളും ഈ പ്രൈവറ്റ് കാറും ഓടിക്കാനായിട്ട് അയാൾക്ക് അനുമതി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് പലരിലും, അങ്ങനെ ഒരു സംശയമാണ് പലർക്കും ഉണ്ടാകുന്നത്. ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കൊറി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അതായത് ഇങ്ങനെ പലരും നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസിന്റെ വാലിഡിറ്റി തീർന്നതിന് ശേഷം ഹെവി ലൈസൻസിന്റെ അല്ലെങ്കിൽ ട്രാൻസ് ലൈസൻസിന്റെ വാലിഡിറ്റി ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധാരണയിൽ പുതുക്കാതിരുന്നാൽ സംഭവിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ, ഇന്നത്തെ സാഹചര്യത്തിൽ ലൈസൻസ് എടുക്കുമ്പോൾ ഒരാൾ ഇപ്പോൾ 18 വയസ്സായ ഒരാൾ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 18 വയസ്സും ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന ലൈസൻസ് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ LMV, ഒന്നുകിൽ മോട്ടോർ സൈക്കിൾ മാത്രം എടുക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ LMV എടുക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ ഈ LMV എടുത്ത അയാൾക്ക് ഹെവി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 20 വയസ്സ് പ്രായം വേണം. അതാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനായിട്ടുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത്, ഈ 20 വയസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹെവി ലൈസൻസ് എടുക്കുന്നു. പ്രശ്നം വരുന്നത് ഈ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ വാലിഡിറ്റി തീരുമ്പോഴാണ്. കാരണം അത് സ്വാഭാവികമാണ് സംഭവിക്കുന്നത്. ഇന്ന് 30 വയസ്സ് വരെ പ്രായമുള്ള ഒരാൾക്ക് കിട്ടുന്ന ലൈസൻസ് എന്ന് പറയുന്നത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ ലൈസൻസ് അയാൾക്ക് 40 വയസ്സ് തികയുന്നത് വരെയാണ്. അപ്പോൾ 30നും 50നും ഇടയ്ക്ക് പ്രായമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് അയാൾക്ക് 10 വർഷത്തേക്ക് മാത്രമാണ് പിന്നീട് ഈ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന്റെ ഈ ലൈസൻസിന്റെ വാലിഡിറ്റി ഇങ്ങനെ പലതരത്തിൽ മാറിക്കൊണ്ടിരിക്കും അയാളുടെ പ്രായത്തിനനുസരിച്ച്. ഇപ്പോൾ ഒരാൾ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഒരാൾ ലൈസൻസ് എടുക്കാൻ തുടങ്ങുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലൈസൻസിന് 10 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ലൈസൻസ് അതൊരു ബേസിക് ലൈസൻസ് ആണല്ലോ. അപ്പോൾ മോട്ടോർ സൈക്കിളും LMV എടുത്തു, അതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹെവി ലൈസൻസ് വാലിഡ് ആണെങ്കിലും അതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ള ധാരണ പലർക്കുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ, സംശയങ്ങൾ അത് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് ഒരു വിവരാവകാശ പ്രകാരം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഒരാൾക്ക് ഹെവി ലൈസൻസ് മാത്രം ഉണ്ട് എന്നിരിക്കെ അയാൾക്ക് ഈ പറയുന്ന ഒരാൾക്ക് ഹെവി ലൈസൻസ് മാത്രമേ ഉള്ളൂ എന്നിരിക്കെ അയാൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അങ്ങനെയുള്ള ഒരു അനുമതി ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. അത് മറ്റൊരു ചോദ്യവും ഞാൻ മറ്റൊരു വിവരാവകാശം വഴി ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതായത് എക്സ്കവേറ്റർ, നമ്മുടെ JCB പോലുള്ളത്, ബുൾഡോസർ, ക്രെയിൻ, ഇതുപോലുള്ള ഈ വാഹനങ്ങൾ ഓടിക്കുന്നതിന് അതിന് പ്രത്യേകം ലൈസൻസ് ആവശ്യമുണ്ടോ? അതിന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസോ അല്ലെങ്കിൽ ഹെവി ലൈസൻസോ മതിയോ? കാരണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് 7500 കിലോഗ്രാമിൽ താഴെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, മൊത്തത്തിൽ വെയിറ്റ് ഉള്ള ഒരു വാഹനം ഓടിക്കാനേ LMV ലൈസൻസ് കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന JCB എന്ന് പറയുന്നത്, ബുൾഡോസർ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അതിന്റെ GVW ഒരു ഹെവി തലത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഹെവി ലൈസൻസ് ഉള്ളവർക്കും അത് ഓടിക്കാം എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരമായിട്ടും എനിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടി അത് ഇതാണ്: കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് വിഭാഗത്തിൽ, അതായത് ഇതുപോലുള്ള വാഹനങ്ങൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ, എക്സ്കവേറ്റർ ആയാലും ബുൾഡോസർ ആണെങ്കിലും ക്രെയിൻ ആണെങ്കിലും ഇതൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതാത് തരത്തിലുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. LMV അല്ലെങ്കിൽ ഹെവി ലൈസൻസ് വെച്ചുകൊണ്ട് അത് ഓടിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ എനിക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ ലൈസൻസ് ഇങ്ങനെ 2 കാറ്റഗറി ലൈസൻസ് ഉള്ള ആളുകൾ, അതായത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളും ഈ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് കൈവശമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏതാണോ ആദ്യം തീരുന്നത് അത് പുതുക്കാനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക.
അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹെവി ലൈസൻസ് ഉണ്ടെന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ ഈ വാഹനം ഓടിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും മോട്ടോർ സൈക്കിൾ ഓടിക്കാനായിട്ടുള്ള ഒരു അനുമതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരാൾക്ക് ഹെവി ലൈസൻസ് വാലിഡ് ആയിട്ടിരിക്കെ മറ്റ് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ വാലിഡിറ്റി തീരുകയും ഒരാൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് ഒരു അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം നിരസിക്കും എന്നുള്ളൊരു കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്.